2 3 പാറു, സാറ, അനു, നേഹ, പിന്നെ ചിഞ്ചു. ഇവരൊക്കെ എനിക്ക് സിറ്റിയിൽ ആകെ അറിയാവുന്ന പെൺകുട്ടികൾ. അങ്ങ് പറഞ്ഞ മാതിരി ഇവർക്കാർക്ക് എന്നോട് ഒന്നുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. സത്യമാണ്. ഇവരിലൊരാളാകാനും ആകാതിരിക്കാനുമുള്ള സാധ്യത പപ്പാതിയായ ഈ ഘട്ടത്തിൽ ഇവരിലൊരാളാണ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വരാതിരിക്കാനും വന്നേ തീരൂ എന്നുള്ള അടങ്ങാത്ത വാശിയുടെ അനന്തര ഫലമായി ആ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പ്രവചിച്ചാലും. അതെ, അവരാരും തന്നോട് അടുക്കുന്നില്ലെങ്കിൽ അത് തന്റെ നാവിന്റെ ദോഷം തന്നെയാണ്. അതുകൊണ്ട് നാവടക്കി കൗശലക്കാരനായ ഒരു കുറുക്കനെ പോലെ എല്ലാവരോടും സ്നേഹം ചൊരിയുകയാണ് വേണ്ടത്. ചൊരിയാം, എത്ര വേണേലും ചൊരിയാം. പക്ഷെ 1-2 പേരോട് ചൊരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് കുറച്ച് ദൂരെ. അത് സാരമില്ല, ചൊരിയാവുന്ന അത്രയും ചൊരിയുക. അത് മതി. സ്വാമി, സ്വാമി, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. എല്ലാം ശരിയാ സ്വാമി, വളരെ നന്ദിയുണ്ട്. എഴുന്നേൽക്കൂ വത്സ. എന്തായിരുന്നു നിന്റെ പ്രശ്നം? ഈ തിരക്കിനിടയിൽ നാം അത് മറന്നുപോയി. അങ്ങ് പറഞ്ഞില്ലായിരുന്നോ ഒറ്റയായ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു? ആ പെൺകുട്ടി കടന്നു വന്നു. ആ പെൺകുട്ടി വന്നതോടെ എന്റെ ഭാഗ്യവും തെളിഞ്ഞു. ഞാനിപ്പോ പുതിയ കാറിന് അഡ്വാൻസ് കൊടുത്തിട്ടാ വന്നിരിക്കുന്നു. എന്നിട്ട് നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ മകൻ? ഇല്ല. ഇത് എഴുന്നള്ളിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? വത്സ, എന്നാൽ ഇതുകൂടി കേട്ടോ, ഗുരുദക്ഷിണയില്ലാതെ ഒന്നും ഉരുപ്പിടിക്കില്ല. ഗുരുദക്ഷിണ കൊടുത്തിട്ടാണ് വന്നത്. ഏത് ഗുരുവിന്? എന്റെ ഗുരു രത്നാകരൻ മാഷ്. ഓഹോ, എന്നാ ചെല്ല്, ബാക്കി ഞാൻ ശരിയാക്കി തരാം. ശരി സ്വാമി. കണ്ടല്ലോ, ഇനിയും തനിക്ക് എന്നെ സംശയമുണ്ടോ? എന്താ സ്വാമി പറയണേ? അങ്ങേ സംശയിക്കേ. അത്രയും അബദ്ധം നാം കാട്ടുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശരി, എന്നാ വേഗം ചെല്ല്. എന്നിട്ട് സ്നേഹം ചൊരിയാനുള്ള വഴികളെ പറ്റി ആലോചിക്ക്. പിന്നെ ചൊരിയുമ്പോ പെൺകുട്ടികളോട് മാത്രമേ ചൊരിയാവൂ, അല്ലെങ്കിൽ നാട്ടുകാർ 8-നും 10-നും അടക്കമുള്ള ആ സംഖ്യ ചേർത്ത് വിളിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. വരട്ടെ സ്വാമി, ആശീർവദിച്ചാലും. റൊമാൻസ് ആണ് നമ്മുടെ പുതിയ തീം. ഓക്കെ, ഈ ന്യൂ ജനറേഷൻ പ്രണയവും പഴയകാല പ്രണയവും തമ്മിലുള്ള ഒരു മാറ്റൊരുക്കലാവണം നമ്മുടെ ഈ ഫീച്ചർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാം. ഓക്കെ മൈഥിലി? പഴയകാല പ്രണയം സത്യവും ഇപ്പോഴത്തെ പ്രണയം അഭിനയവുമാണ്. അതെന്താ, ഇന്നത്തെ കാലത്ത് ആരും പ്രണയിച്ച് കല്യാണം കഴിക്കാറില്ലേ? വാട്ട്സ് യുവർ സജഷൻ അരുൺ? പ്രണയം വേറൊരു ഫീലിങ്സ് ആണ്, സ്നേഹത്തിന്റെ പീക്ക്, അല്ലാതെ ഒന്നുമില്ല. പ്രണയത്തെ വിമർശിക്കാനല്ല, ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മുടെ ഫീച്ചർ. ഓക്കെ അനു, കമോൺ. പ്രണയിക്കുന്നവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് പ്രധാന പ്രശ്നം. പ്രണയിക്കുന്നവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷമാണ് പ്രണയം വർക്കൗട്ട് ആവുന്നത്. അതറിയില്ലേ? ടോണി? മാം, എന്റെ പോയിന്റ് എന്ന് പറയുന്നത് പ്രണയത്തെ ഇങ്ങനെ പുതിയ കാലത്തെ പ്രണയം പഴയ കാലത്തെ പ്രണയം എന്നിങ്ങനെ വേർതിരിക്കുന്നതിനെതിരാ. പ്രണയം എല്ലാ കാലത്തും ഫ്രഷാണ്. പഴയ കാലത്ത് പ്രണയം ദൈവികമായിരുന്നു, പുതിയ കാലത്ത് അതൊരു പാഷനായി മാത്രം മാറുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രണയം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു പ്രതിഭാസം. പക്ഷേ പ്രണയത്തെ പുതിയ തലമുറ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി. ഗ്രേറ്റ് ടോണി, ഫാന്റാസ്റ്റിക്. ഇതാണ് നമ്മുടെ തീം, ഇതാണ് നമ്മുടെ മാറ്റർ. താങ്ക്സ് മാം. അനുഭവമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ഓക്കെ ടോണി, ഇതെങ്ങനെ ക്യാമറയിൽ പകർത്താനാണ് പ്ലാൻ? അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഞാൻ ക്യാമറയിൽ പകർത്തിയിരിക്കും. മാഡത്തിന് തികച്ചും ഒരു സർപ്രൈസ് ആയിരിക്കും. ഹലോ, നീ ആ ഫേമസ് ഫോട്ടോഗ്രാഫർ ദിലീപ് കുമാറിന്റെ ഫോട്ടോസ് അടിച്ചു മാറ്റിയതല്ലേ? വാടകയ്ക്ക് എടുത്ത മസ്തിഷ്കം എനിക്ക് വേണ്ട. ടോണി എടുത്ത ഫോട്ടോ എടുക്കാൻ നിന്റെ ദിലീപ് കുമാർ ഒന്നുകൂടെ ജനിക്കാം. ദിലീപ് കുമാറിനെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഫോട്ടോഗ്രാഫർ വെറുതെ തർക്കിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഓക്കെ, എന്താ ഡിസ്കഷൻ? അല്ല മാം, അനു ചോദിക്കുകയായിരുന്നു മാഡത്തിന് ഈ സമയത്ത് റൊമാൻസ് എന്ന തീം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇല്ല മാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓഹോ, അനു ഒഴികെ ബാക്കി എല്ലാവർക്കും പോവാം. താങ്ക് യു മാം. ഞാനേ നിന്റെ ദിലീപ് കുമാറിനോട് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയാം. നീങ്ങിരി.